നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UDF ഗവൺമെൻറ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയ്ക്ക് പെൻഷൻ 3000 രൂപയാക്കും. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് പോലെ ഒരു പെൻഷൻ ലഭിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു UDF സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക? അതുപോലെ തന്നെ KSRTCയിൽ സൗജന്യമായി യാത്ര എന്ന് മുതലായിരിക്കും തുടങ്ങുക? ഇന്നലെ മുതൽ ഒരുപാട് ആളുകൾ തിരയുന്നൊരു കാര്യമാണ്. എന്ന് മുതലായിരിക്കും ഇങ്ങനെയുള്ള ഈ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ മുന്നണികളും അവർ ഇലക്ഷൻ്റെ സമയത്ത് ജനങ്ങളിലേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. പിന്നീട് പല ഘട്ടങ്ങളിലായിരിക്കും ഈ ഒരു വാഗ്ദാനങ്ങൾ നിറവേറ്റുക. അതുപോലെ തന്നെയായിരിക്കും ഇതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര, അതുപോലെ തന്നെ മാസം 3000 രൂപയുടെ പെൻഷൻ, വിദ്യാർത്ഥികൾക്കുള്ള 1000 സ്കോളർഷിപ്പുകളെല്ലാം അടുത്ത ബജറ്റിലായിരിക്കും ചിലപ്പോൾ അവതരിപ്പിക്കുക. നമുക്കറിയാം, പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബജറ്റ് അവതരണം ഉണ്ടായിരിക്കും. ആ ഒരു ബജറ്റ് അവതരണത്തിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാർ തീർപ്പ് കൽപ്പിക്കുക. ഈ പ്രിൻറ്റഡ് മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുള്ള കാലത്തെല്ലാം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നവർ. അത് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരണമെന്നില്ല. പെൻഷൻ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ അവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആ അപേക്ഷയും ഇപ്പോൾ നൽകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസങ്ങളിലായി സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അവർക്കിപ്പോൾ അവർ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താൻ സാധിക്കുന്നുണ്ട്. അപേക്ഷിക്കുന്ന സമയത്ത് കൊടുത്ത അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ വേറെ മറ്റൊരു അക്കൗണ്ട് നമ്പർ കൊടുക്കണമെങ്കിൽ എല്ലാം ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ചിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഏത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തിലേക്കാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോയി നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ക്ലിയർ ആക്കാനും സാധിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രീസിംഗ് മോഡലാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ആക്റ്റീവ് ആവുകയും പിന്നീട് അതിലേക്ക് പണം വരികയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.